കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് പലരും പ്രവചിച്ചു. തുടക്കം മുതൽ വി.ഡി. സതീശൻ 100 സീറ്റിൽ ഉറച്ചു നിന്നു. ഒടുവിൽ പോളിംഗ് കഴിഞ്ഞു. അതിന് പിന്നാലെ ഒരു എക്സിറ്റ് പോളിൻ്റെ പ്രവചനം വന്നു. ആ പ്രവചനം ഒക്കെ വന്നതിനും തൊട്ട് മുൻപ്, അതായത് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതിന് മുൻപ് പോളിംഗിന് പിന്നാലെ ഒരു പ്രവചനം വന്നിരുന്നു. അത് UDF 91 മുതൽ 102 സീറ്റ് വരെ നേടും. അതായത് 41.5% മുതൽ 45% വരെ വോട്ട് UDF നേടും. LDF 38 മുതൽ 48-ൽ ഒതുങ്ങും. NDA 1 മുതൽ 3 സീറ്റുകൾ നേടും. ഇതായിരുന്നു ആ പ്രവചനം. 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായൊരു റിവേഴ്സ് സ്വീപ്പ് ഉണ്ടാകും. ആ പ്രവചനം കൃത്യമായി. ആ പ്രവചനം നടത്തിയത് ശ്രീ CP റാഷിദാണ്. ആ പ്രവചന സിംഹമാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം ഉള്ളത്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ CP റാഷിദ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരു കൃത്യ പ്രവചനം നടത്തിയതിന്. താങ്ക് യു. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു പ്രവചനത്തിലേക്ക് എത്തിച്ചേർന്നത്? എന്തൊക്കെയായിരുന്നു അങ്ങ് പരിശോധിച്ചതും വിശകലനം ചെയ്തതും ഒക്കെ എന്തൊക്കെയായിരുന്നു? നിരന്തരമായ രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതെന്റെ 18ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. അത് 2 തെരഞ്ഞെടുപ്പായിരുന്നു നേരെ തിരിഞ്ഞു പോയത്. ബാക്കി 16ഓളം തെരഞ്ഞെടുപ്പുകൾ കൃത്യത ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ വലിയൊരു എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അത് ഒരു ഇരിപ്പിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി തെരഞ്ഞെടുപ്പിനോട് തൊട്ട് മുമ്പായിട്ട് വിവിധങ്ങളായ പോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പലതിലും ടൈറ്റ് ഫൈറ്റും അതേപോലെ തന്നെ LDF-നുള്ള എഡ്ജുമായിരുന്നു പറഞ്ഞത്. ആ ഒരു ഘട്ടത്തിൽ ആയിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഇതായിരുന്നു. പിന്നീട് ഏകദേശം 1 മാസത്തെ കാത്തിരിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൃത്യമായി വന്നു ഒടുക്കം റിസൾട്ട് എന്നുള്ളത് ശ്രീ CP റാഷിദ്, അങ്ങിപ്പം പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ആ ഒരു പ്രവചനം നടത്തിയല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് എക്സിറ്റ് പോളുകളുടെ വരുന്നത്. എക്സിറ്റ് പോൾ വരുന്ന സമയത്ത് ഒരു ടൈറ്റ് ഫൈറ്റ് പ്രവചിച്ചു. ഇപ്പം UDF-ന് എല്ലാ എക്സിറ്റ് പോളുകളും മുൻതൂക്കം പ്രവചിച്ചുവെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വോട്ട് ചോർച്ച പ്രവചിച്ചത് ഒരു 68-60 ഒക്കെ വരുമെന്നായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത്. ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ തോന്നിയിരുന്നോ? ഇല്ല, പൂർണ്ണമായ ആത്മവിശ്വാസമുള്ള ഘട്ടത്തിൽ തന്നെയാണ് ഞാൻ പ്രഡിക്ഷൻ ആ നമ്പറുകൾ പോസ്റ്റ് ചെയ്തത്. അതിൽ നിന്നൊരു മാറ്റം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എക്സിറ്റ് പോളുകൾ ഞാൻ തള്ളുകയില്ല. ഓരോ എക്സിറ്റ് പോളും ഓരോ മെത്തേഡും ഓരോ രീതികളും ഉണ്ടാവും. അവർക്ക് കിട്ടിയ സാമ്പിൾ സൈസുകളിൽ നിന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതാവാം ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ അവർ നമ്പറുകൾ കാണിച്ചതായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്റെ മുൻ അനുഭവങ്ങൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു കുറിപ്പുകൾ ഇട്ടത്. രാഷ്ട്രീയ സാഹചര്യം വലിയ രീതിയിൽ വിപരീതമായി നിൽക്കുന്നുണ്ടായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അത് ആ നമ്പറുകളിലേക്ക് എത്തുമെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 102 എന്നുള്ള ഒരു മാജിക്കൽ നമ്പറിൽ തന്നെ അത് വന്ന് ലാൻഡ് ചെയ്തപ്പോ വല്ലാത്തൊരു സന്തോഷം. ഓക്കെ, ഇത് ഞാൻ അത് തന്നെ ചോദിക്കാൻ. ഇപ്പം പ്രവചനമൊക്കെ കറക്റ്റായിട്ട് വന്നു. ഇപ്പം നമ്മൾ ആദ്യത്തെ വോട്ടെണ്ണലൊക്കെ തുടങ്ങി ആദ്യത്തെ മണിക്കൂറിലൊന്നും ഇങ്ങനെ വന്നത് 1-2 റൗണ്ടിലൊക്കെ ഏറെക്കുറെ 2 പേരും ഇഞ്ച് അങ്ങനെയൊക്കെ വന്നു. പക്ഷേ 3-4 റൗണ്ടൊക്കെ എത്തിയപ്പോൾ സീൻ ആകെ മാറി വന്നു. അപ്പം ഈ റിസൾട്ട് പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം എന്താ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞെന്തായിരുന്നു? സ്വന്തമായിട്ട് തോന്നിയ എന്തായിരുന്നു? എല്ലാവരും കാത്തിരിപ്പിലായിരുന്നു. പ്രത്യേകിച്ച് സുഹൃത്തുക്കളായാലും നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളായാലും ഇത് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നടത്തുന്ന പ്രതികരണങ്ങൾക്ക് പോലും അതായത് എഫക്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ പലപ്പോഴും ആ രീതിയിൽ സൈബർ സ്പേസിലൊക്കെ തെരുവിളിക്കും. രസകരമായി എനിക്ക് തോന്നിയത് ഈ പോസ്റ്റ് ഇട്ടപ്പോൾ വലിയ രീതിയിൽ ഇടത് സുഹൃത്തുക്കൾ എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവർക്ക് ആത്മവിശ്വാസം കിട്ടാത്ത ആളുകൾ ഈ നമ്മുടെ പോസ്റ്റൽ വോട്ട് ഉണ്ടെന്ന് ആ നിമിഷം ഉണ്ടായിരുന്നല്ലോ ടൈറ്റായി വന്നപ്പോ, അപ്പോഴും എന്നെ തെരുവിളിച്ച മനുഷ്യരുണ്ട്. രസകരമായി എനിക്ക് ഏറ്റവും തോന്നിയത് അതാണ്. അപ്പോഴും എന്നെ തെരുവിളിക്കുക. പിന്നീട് പലരും അതിൽ നിന്ന് പിന്നീട് സൗഹൃദം സംഭാഷണം നടത്തിയവരുണ്ട്. ഇത് രസകരമായ ഒരു ഏർപ്പാടാണ് ഒരർത്ഥത്തിൽ. എന്നിരുന്നാലും ഇതിന്റെ ഒരു എഫേർട്ടിൽ വേദനകളുണ്ട്. ഇത് എടുക്കാൻ കഴിയുന്നതല്ല. റിസ്ക്കാണ്. റിസ്കിലേക്ക് എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, മനുഷ്യരുടെ വോട്ടിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ സന്തോഷിക്കുമ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആകുലതയാണ് എനിക്ക്. അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്പറുകളിൽ പലപ്പോഴും കണക്ക് കൂട്ടുന്നതിന് ഞാൻ നമ്പറുകൾ എടുക്കാറില്ല. ശതമാനക്കണക്കും ആ രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പോ അത് വ്യക്തിപരമായ ഏത് രീതിയിലൊക്കെ എന്തൊക്കെ കാൽക്കുലേറ്റ് ഉള്ളത് എന്നിൽ നിന്ന് പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീ CP, ഇപ്പം ഈ റിസൾട്ട് വന്നതിനൊക്കെ ശേഷമേ
പ്രവചനം കറക്റ്റായി, എങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും മാജിക് ഉണ്ടായിരുന്നോ? അപ്രതീക്ഷിതമായ കണ്ണൂർ ജില്ലയിലെ 2 CPM കോട്ടകൊത്തളങ്ങൾ വീണ് പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പ്രത്യേകിച്ച് പയ്യന്നൂരിന്റെ കാര്യം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു പയ്യന്നൂരിലെ റിസൾട്ട് എന്നുള്ളത്. അങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട്, ഓർമ്മയിലേക്ക് വരുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഈ നിമിഷം പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇടത് രാഷ്ട്രീയത്തെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എന്നെ സുഹൃത്തുക്കള് എന്നെ വലിയ രീതിയിൽ സ്നേഹത്തോട് പെരുമാറുന്ന ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന് എങ്ങനെ പോയാലും 50 സീറ്റിന് ഇവിടെ സാധ്യതയുണ്ട്, 50-60 സീറ്റ് ഫിക്സഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെ, നിശ്ചയമാണ്. ഞാൻ അതിലേക്ക് വരായിരുന്നു. കാരണം 41 സീറ്റ് മാത്രമേ കയ്യിലുള്ളൂ. ഇപ്പം പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് വരുമെന്ന് ഉറച്ചു പറയുന്നു. റാഷിദിന്റെ പ്രവചനം വന്നിരിക്കുന്നു. ഇത് ഈ സീറ്റ് എത്രയും കൂടുതൽ എവിടെ നിന്ന് കിട്ടും? ആ രീതിയിൽ ചർച്ചകൾ വന്നായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എക്സിറ്റ് പോളും കൂടെ വന്നതിന് ശേഷം പ്രത്യേകിച്ചും. അതെ, അതുപോലെ വലിയ രീതിയിലുള്ള സീറ്റുകൾ ഇടതുപക്ഷത്തിന്റെ ഫിക്സഡ് വോട്ട് ബാങ്കുള്ള സീറ്റുകളാണ് പൊട്ടിപ്പോയത്. അത് മാത്രമല്ല MLA മാരുടെ പോപ്പുലാരിറ്റി വെച്ചിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇപ്രാവശ്യം വീണു പോകുമല്ലോ റാഷിദ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മുൻ അനുഭവങ്ങളുണ്ട്. എന്റെ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിച്ച സമയത്ത് ഞാൻ 1 ലക്ഷത്തിന് മേലെ പ്രഡിക്ട് ചെയ്തപ്പോൾ ആളുകൾ അമ്പരന്നിട്ടുണ്ടായിരുന്നു. 1,14,000 ഞാൻ പ്രഡിക്ട് ചെയ്തപ്പോൾ 1,14,506 വോട്ടിലാണ് അത് പോയി നിന്നത്. അതേപോലെ ഞാൻ ആദ്യം നടത്തിയ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് കേജ്രിവാൾ ആയിരുന്നു. 70 സീറ്റുള്ള ഡൽഹിയിൽ 63 സീറ്റിലേക്ക് ആം ആദ്മി വരുമെന്നും 7 സീറ്റിൽ BJP വരുമെന്നും കോൺഗ്രസ് സീറ്റില്ല എന്നും പ്രഡിക്ട് ചെയ്തപ്പോൾ അത് അങ്ങേ അറ്റത്തെ പീക്ക് നമ്പേഴ്സ് ആയിരുന്നു. അതും കൃത്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേയേറെ മുൻ അനുഭവങ്ങൾ എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും എനിക്ക് ആ തരത്തിൽ ഒരു കോൺഫിഡൻസിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇടത്തിന്റെ സൈബർ ഏരിയ ഈ രാഷ്ട്രീയമായ പരാജയത്തിൽ അവർ കൂടി കണ്ണു തുറക്കേണ്ടതുണ്ട്. മനുഷ്യരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നത് അവർക്കും നല്ലതായിരിക്കും. രാഷ്ട്രീയം പറയുന്ന ഇടങ്ങളിൽ രാഷ്ട്രീയം പറയുക എന്നുള്ളതിനപ്പുറം എതിരഭിപ്രായം പറയുന്ന മാധ്യമ പ്രവർത്തകരെയോ എതിരഭിപ്രായം പറയുന്ന വ്യക്തികളെയോ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ആ ഏർപ്പാട് അവർക്ക് തിരിച്ചറിവിനുള്ള ഒരു അവസരമായി അവർ കാണുന്നത് ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും എന്നുള്ളൊരു അഭിപ്രായം അഭ്യർത്ഥനയോട് എനിക്കുണ്ട്. നിശ്ചയമായും. ശ്രീ CP റാഷിദ്, ഇപ്പം 2001 ശേഷം ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ അടിയൊഴുക്കിന്റെ കാരണങ്ങൾ അങ്ങ് പ്രത്യേകം പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അതിന് കാരണങ്ങൾ വിസിബിൾ ആയിരുന്നു. അതിപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ രീതിയിൽ വിസിബിൾ ആയിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് എന്നുള്ളതിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അതിൽ നിന്ന് ചോർന്നു പോയി എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് അതിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് ചാനൽ ഫ്ലോറുകളിൽ വന്നിരിക്കുന്ന വക്താക്കളിൽ മാത്രമാണ്. അതിനപ്പുറം ആ ഒരു നേതൃനിരയിൽ നിന്നായിരുന്നില്ല നാട് പ്രതീക്ഷിച്ചത്. നാട് വിശ്വാസം ഏൽപ്പിച്ച ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ഭരണകൂടം ഇടത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഗതികേടിൽ ഈ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നാടിന് ഏറെ താല്പര്യമുള്ള ഇടത് രാഷ്ട്രീയം ഈ നിലയിൽ വീണു പോവില്ലായിരുന്നു എന്നുള്ള പരിപൂർണമായ ബോധ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്നു. അത് ആ രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുമപ്പുറം നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് പിണറായി വിജയനും പരാജയമായിരുന്നു. പല തരത്തിൽ അദ്ദേഹത്തിന് വലിയ പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പതിറ്റാണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ 2ാമത്തെ ടേമിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഈ ഇടപെടുന്ന രീതികളും പല വിഷയങ്ങളിലും തൻ പ്രമാണിത്വത്തിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറാൻ പാടില്ലായിരുന്നു. ആ തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിൽ എത്തിക്കുന്ന ഘടകമായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ അങ്ങയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രവചനമല്ല, എത്രയോ തിരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചു, എത്രയോ എണ്ണം കറക്റ്റാണ്. എനിക്ക് ചുരുക്കം 1-2 എണ്ണവും കൊണ്ട് പാളിപ്പോയിട്ടുണ്ടാവുള്ളൂ, ബാക്കി എല്ലാം കൃത്യമായിരുന്നു. എങ്ങനെയാണ് എന്നാൽ ഒന്ന് പ്രവചിച്ചേക്കാം എന്നൊരു അങ്ങനെ വിചാരിച്ചു തുടങ്ങിയത് എപ്പോഴായിരുന്നു? പ്രവചിച്ചു തുടങ്ങാന്ന് പറയുന്നത് ഞാൻ 2018 ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് ഈ ഫേസ്ബുക്കിനെ പറ്റി വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഞാൻ പ്രവാസിയായിരുന്നു. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡികളായിരിക്കും എന്നുള്ളൊരു ബോധ്യമായിരുന്നു. പിന്നീട് പലരും പറഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വന്നു. പിന്നീട് രാഷ്ട്രീയം പറച്ചിലായി. അതിന്റെ ഭാഗമായി 2021 വന്ന 2020 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രത്യേകിച്ച് പ്രഡിക്ഷൻ നടത്തിയ മുൻകാലങ്ങളിലെ എനിക്ക് ഇലക്ഷൻ സമയത്ത് ഒരു വലിയ താല്പര്യമാണ് കൗണ്ടിന്റെയും മറ്റുമായിട്ടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് കുറിപ്പിട്ടു. അത് സ്വാഭാവികമായിട്ട് പലരും ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. അന്നും അത് ശരിയായി വന്നു. പിന്നീട് 2021 നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ 2ാം ടേമിലെ തെരഞ്ഞെടുപ്പ് നടന്നു. അന്നും 96 അങ്ങനെ ഓരോ ഘട്ടത്തിലും കുറിപ്പുകൾ ഇടുമ്പോൾ ശരിയായി വരുന്ന കൃത്യമായ പഠനം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്റ്റേറ്റിൽ നടന്ന 2 ബൈ ഇലക്ഷൻസ് തൃക്കാക്കര
അതേപോലെ പുതുപ്പള്ളി, അതും കഴിഞ്ഞ് കർണാടകയിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തിയതോടുകൂടി പ്രത്യേകിച്ച് ഞാൻ ഫോളോ ചെയ്യുന്നതിൽ മഹാഭൂരിപക്ഷം എനിക്ക് ഏറെ താല്പര്യമുള്ളത് മാധ്യമപ്രവർത്തകരെയായിരുന്നു. ആ തരത്തിൽ അതിന്റെ ഒരു ഫ്ലോ പോയി അങ്ങനെ മാധ്യമങ്ങളിലേക്ക് ഒരു ഇടം കിട്ടി. പിന്നീട് എനിക്കൊരു ബാധ്യതയായിരുന്നു കർണാടക ഇലക്ഷന് ശേഷം ഇതൊന്ന് ശരിയാകും, പിന്നീട് ഇതിന്റെ ഉത്തരവാദിത്തം കൂടുകയാണ്. അങ്ങനെ പിന്നീട് നടന്നതാണ് തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്. അപ്പൊ അതിൽ തെലങ്കാനയും രാജസ്ഥാനും കൃത്യമായിരുന്നു, ഇതേപോലെ തന്നെ നമ്പറുകളും ശതമാനവും കൃത്യമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായും. ഇനിയിപ്പം നമ്പറുകളൊക്കെ കൃത്യമായി മന്ത്രിസഭ വരാൻ പോവാണ്. മന്ത്രിമാരൊക്കെ ആരായിരിക്കും എന്ന ലിസ്റ്റുകളൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. 3 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ 2 പേർ ഇന്നിപ്പം രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഇന്നലെ എറണാകുളത്ത് കിട്ടിയ സ്വീകരണം മുമ്പൊങ്ങും നമ്മൾ കണ്ടില്ലാത്ത തരത്തിലുള്ളതായിരുന്നു. ഒരു പ്രവചനത്തിന് മുതിരുന്നോ? ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അത്തരം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഈ തരത്തിൽ പ്രവചനം നടത്തുക എന്നുള്ള ഏർപ്പാടിന് ശരിയില്ല. എന്തുകൊണ്ട് വെച്ചാൽ അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചുരുക്കം ചില നമ്പർ ആളുകൾ, നേതാക്കന്മാർ കൂടിയിരുന്ന് തീരുമാനിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു നീതി എന്ന് പറയുന്നത് വി ഡി സതീശൻ അനുകൂലമാണ്. ഞാൻ കണ്ട ഗ്രൗണ്ട്, ഞാൻ കണ്ട മനുഷ്യൻ, ഞാൻ എടുത്ത പ്രതികരണങ്ങൾ എല്ലാത്തിലും വി ഡി സതീശനുണ്ട്. അത് പ്രത്യേകിച്ച് വി ഡി സതീശൻ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തെയും പരാജയമായിരുന്ന നിലപാടുകൾ ഇല്ലായ്മ, കൃത്യമായ ഒരു സ്റ്റാൻഡ് പക്ഷം പറയില്ല, ഒരു അഴകുഴമ്പൻ നിലപാടുകളുടെ കാലത്ത് നിലപാടുകൾ പറഞ്ഞ് വി ഡി സതീശൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ശരിയും തെറ്റും ഉണ്ടാവാം. എന്നിരുന്നാലും ആ നിലപാടിനോടൊപ്പം ഈ നാടിന്റെ മഹാഭൂരിപക്ഷം ചേർന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, ഈ 3-4 ജില്ലകൾ വി ഡി സതീശന്റെ ജാഥയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഗോവിന്ദമാഷിന്റെ ജാഥയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം ഒരു വെയിലത്ത് വി ഡി സതീശൻ ഓരോ പോയിന്റിലും 10,000-കണക്കിന് മനുഷ്യരായിരുന്നു പൊതിഞ്ഞു പിടിച്ചത്. ആ വോട്ട് അതേ അളവിൽ ആ ഒരു റിസൾട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിലൂടെ ഈ നാടിന് കിട്ടിയ വാഗ്ദാനങ്ങൾ ജനം വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം ഒരു രാഷ്ട്രീയ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊടുത്ത വാഗ്ദാനം ഒരു മനുഷ്യനിലൂടെ കൊടുത്താൽ ആ മനുഷ്യനെ ആ നേതൃനിലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതല്ലാത്ത രീതിയിൽ ജനം വോട്ട് കുത്തിയതിനു ശേഷം എം എൽ എമാർ അവരവന്റെ ഗ്രൗണ്ട് മനസ്സിലാക്കാതെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ ഈ നാടിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന്റെ വീഴ്ചയിൽ നിന്ന് അവർക്ക് പാഠം പഠിക്കാനുണ്ട്. ജനഹിതത്തെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ബാധ്യതയാണ്. അത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കൊക്കെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ഉണ്ട്. ആ പോപ്പുലാരിറ്റി പോലും കട്ടാകുന്ന തരത്തിലേക്കായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. അത് ഇന്നലെ കൊച്ചിയിൽ കണ്ടത് അതിന്റെ ഒരു തുടക്കമാവും. ആ തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായാൽ എന്നുള്ളതാണ്. മുൻകാല അനുഭവം ഈ നാട്ടിലുണ്ട്. അത് ഇടതുപക്ഷത്ത് നിന്നായിരുന്നു. വി എസ് അച്യുതാനന്ദൻ മാറ്റി നിർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയമായ അപ്രമാദിത്വം കൊണ്ട് ജനകീയരായ നേതാക്കളെ വെട്ടുമ്പോൾ നാട് ഉണരാറുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നടന്നാൽ കോൺഗ്രസിനും പിടിച്ചു നിൽക്കാനാവില്ല. കോൺഗ്രസിനെ വോട്ട് കുത്തിയ മനുഷ്യർ നിരാശരാകും എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ശ്രീ CP റഷീദ്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല പ്രവചനങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. അതിനുള്ള ആശംസകൾ കൂടി. താങ്ക് യു.